നമസ്കാരം. കോവിഡ് മഹാമാരി ലോകത്യാകെ കീഴടക്കുന്ന ഈ സമയത്തിൽ പ്രവാസി മലയാളികളുടെ കാര്യം ഏറെ കഷ്ടമാണെന്ന് തന്നെ പറയാം. ചിലർ കോവിഡ് മുമ്പിൽ നാട്ടിൽ എത്തിച്ചേരുകയും ചെയ്തു. നാട്ടിൽ ഒരു ജോലി എടുക്കാൻ കഴിയാത്ത അവസ്ഥ. മറ്റു ചിലരാകട്ടെ പ്രവാസ ലോകത്ത് യാതൊരു ജോലിയുമില്ലാതെ വീട്ടിൽ പോകാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ ആകെ പ്രശ്നത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന ഇവർക്ക് കുറച്ച് ആശ്വാസമേകാൻ ഇപ്പോൾ ഖത്തർ തന്നെ നേരിട്ടെത്തിയിരിക്കുന്നു. ജൂൺ 15-ാം തീയതി മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന 4 ഘട്ടങ്ങളിലായി രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം ഖത്തർ മെല്ലെ നീക്കുന്നെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ആഗസ്റ്റിൽ ആരംഭിക്കുന്ന 3-ാം ഘട്ടത്തിൽ പ്രവാസികൾക്ക് രാജ്യത്തേക്ക് തിരിച്ചെത്തുവാൻ അനുമതി നൽകുമെന്നും പറയപ്പെടുന്നു. കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ആഗസ്റ്റ് 1-ാം തീയതി മുതൽ പ്രവേശനം അനുവദിക്കുന്നത്. എന്നാൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾ സ്വന്തം ചെലവിൽ 14 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയണമെന്നും അറിയുന്നു. ദേശീയ ദുരന്ത നിവാരണ പരമോന്നത സമിതി വക്താവ് ലുൽവ അൽ ഖാദിറാണ് വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യം അനിശ്ചിതമായി അടച്ചിടുവാൻ കഴിയാത്തതിനാൽ തന്നെയാണ് ഘട്ടം ഘട്ടമായി നിയന്ത്രണങ്ങൾ നീക്കുന്നതെന്ന് വിശദീകരിച്ച ലുൽവ അൽ ഖാദിർ ജൂൺ 15-ന് ആരംഭിക്കുന്ന 1-ാം ഘട്ടത്തിൽ രാജ്യത്തെ സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് 40% പ്രവർത്തനാനുമതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ പള്ളികൾ ജൂൺ 15-ാം തീയതി മുതൽ നിയന്ത്രണ വിധേയമായി തുറക്കുമെന്ന് ഔലാഖ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. ജൂലൈ 1-ന് ആരംഭിക്കുന്ന 2-ാം ഘട്ടത്തിൽ 50% ജീവനക്കാരുമായി ഓഫീസുകൾ പ്രവർത്തിക്കും. മാർക്കറ്റുകളും മൊത്ത വിതരണ കേന്ദ്രങ്ങളും നിയന്ത്രണ വിധേയമായിരിക്കുമെന്നും നിശ്ചിത മണിക്കൂറുകൾ പ്രവർത്തിച്ചു തുടങ്ങുമെന്നും അദ്ദേഹം തന്നെ പറഞ്ഞു. ലൈബ്രറികൾ, മ്യൂസിയങ്ങൾ എന്നിവയും നിശ്ചിത എണ്ണം ആളുകൾക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്യും. ഓഗസ്റ്റ് 1-ാം തീയതി ആരംഭിക്കുന്ന 3-ാം ഘട്ടത്തിൽ ദോഹയിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾ അനുവദിക്കും. വാണിജ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പൂർണ്ണതോതിലാകും നടത്തുക. മാർക്കറ്റുകളിലും മൊത്ത വിൽപ്പന കേന്ദ്രങ്ങളിലും നിയന്ത്രണ വിധേയമായി പ്രവേശനം തുടരുകയും ചെയ്യും. ഡ്രൈവിംഗ് സ്കൂളുകൾ, നഴ്സറികൾ, ശിശുപരിപാലന കേന്ദ്രങ്ങൾ എന്നിവ തുറക്കുവാനും 3-ാം ഘട്ടത്തിൽ അനുമതി നൽകും. ഓഫീസുകളിലെ ഹാജർ നില 80% ഉയർത്തുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. സെപ്റ്റംബർ 1-ാം തീയതി ആരംഭിക്കുന്ന 4-ാം ഘട്ടത്തിൽ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കും. മ്യൂസിയങ്ങൾ, ലൈബ്രറികൾ, എല്ലാത്തരം വാണിജ്യ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനർ ആരംഭിക്കുകയും ചെയ്യും. പരമാവധി വിമാന സർവീസുകൾക്കും സെപ്റ്റംബറിൽ അനുമതി ലഭിക്കുമെന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ ഖത്തറിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികൾ ചെറിയ രീതിയിൽ ആശ്വാസം കണ്ടെത്തുകയാണെന്ന് പറയാം. പക്ഷേ ഇപ്പോഴും നേരിടുന്ന ചെറിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വിമാന സർവീസ് കൃത്യമായി ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോക്കുവരവുകളെ സംബന്ധിച്ച ചെറിയ ആശങ്ക വലിയ രീതിയിൽ ഉടലെടുത്തിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.